പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കുഞ്ഞെ, നീ ഒത്തിരി പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, വചനം വായിച്ചു, വിശ്വസ്തയോടെ നീ ദൈവത്തെ സേവിക്കുന്നു. പക്ഷേ സ്റ്റിൽ യു മേ ബി ഹാവിങ് എ ഹാർഡ് ടൈം ഫൈൻഡിങ് ഗോഡ് ഓർ ഹിയറിങ് ഹിസ് വോയിസ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതെ, നിൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന് ഉത്തരം കിട്ടാതെ നീ വിഷമിച്ചിരിക്കുന്ന ഒരു സീസണിൽ കൂടാണോ കടന്നു പോകുന്നത്? നിനക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കാം നീ ചെക്ക്ഡ് ഓഫ് ദ ലിസ്റ്റാണ്, അല്ലേ? ഇല്ല ദൈവത്തിലേ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം നിന്നെ ആശ്വസിപ്പിക്കട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ 14:19, ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 19. കുറഞ്ഞൂന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ വചനം ആശ്വാസം തരുന്നില്ലേ? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ദൈവമേ, നീ എന്നെ കാണുന്നില്ലേ, നീ എന്നെ കേൾക്കുന്നില്ലേ എന്ന്. ഞാൻ ഒരു സംഭവ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. 17 വയസ്സിൽ ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻ്റായിട്ട് താൻ യൂറോപ്പിൽ പരിശീലനമൊക്കെ നേടിയെടുത്ത് മുന്നോട്ട് പോകുമായിരുന്നു. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഒത്തിരി വ്യത്യാസങ്ങൾ തനിക്ക് വന്നു. കോക്ക്പിറ്റിലേക്കുള്ള ഡോറ് താൻ അടച്ചില്ല. അത് മണ്ടത്തരമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ആർക്ക് വേണേലും എപ്പം വേണേലും കോക്ക്പിറ്റിലേക്ക് ഡ്രോപ്പ് ഇൻ ചെയ്യാമല്ലോ. പാസഞ്ചേഴ്സിനാണെങ്കിലും വലിയ ഇഷ്ടമാണ് ആ കോക്ക്പിറ്റിനകത്തേക്കൊന്ന് നോക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ പല വിധത്തിലുള്ള അറ്റാക്സിന് വഴിതിരിക്കാം. എന്നാൽ 2001 സെപ്റ്റംബർ 11 ആ പ്രാക്ടീസ് കംപ്ലീറ്റ്ലി വ്യത്യാസപ്പെടുത്തി. ഒരു മനുഷ്യനും കോക്ക്പിറ്റിനകത്തേക്ക് കയറാനോ നോക്കാനോ പറ്റത്തില്ല. ഒന്ന് പീപ്പും ചെയ്തതോടെ നോക്കാൻ പോലും സമ്മതിക്കത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ആ സമയത്ത് നമ്മൾ ക്യാപ്റ്റനെ കാണുന്നുണ്ടോ? ഇല്ല. കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, അറിയുന്നുമില്ല, ഒന്നുമില്ല. പക്ഷെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം, അവൻ അവിടെ ഉണ്ടെന്ന്, അല്ലേ? സൈലൻസ് ഡസ് നോട്ട് മീൻ ആബ്സെൻസ്. മനസ്സിലായോ? നിശബ്ദത അവിടെ വ്യക്തിയില്ല എന്ന് വെളിവാക്കുന്നില്ല. പക്ഷേ ഡിപ്പാർച്ചറിന് മുമ്പ് ക്യാപ്റ്റൻ എപ്പോഴും തൻ്റെ ക്രൂവുമായിട്ടിരുന്ന് ആ ദിവസത്തെ കറണ്ട് ഫ്ലൈറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. തന്നെയുമല്ല, ചിലപ്പോൾ അഡ്വാൻസായിട്ട് താൻ പറയും, ഇന്ന് വളരെ ടർബുലൻ്റ് ആയിരിക്കും, അതുകൊണ്ട് സീറ്റ് ബെൽറ്റ്സ് എല്ലാം ഫാസ്റ്റൻ ചെയ്യണം. പക്ഷേ വറിയൊന്നും അടിക്കണ്ട, ഐ നോ ഹൗ ടു ഗെറ്റ് എ സേഫ്ലി ടു അവർ ഡെസ്റ്റിനേഷൻ. യാത്ര ചെയ്തിട്ടുള്ളവരൊക്കെ ഇത് കേട്ട് കാണും, അല്ലേ? ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞ കുറിവാക്യം? ഈ ക്യാപ്റ്റൻ്റെ പോലെ ഈ വാക്യവുമായിട്ടൊരു സാമ്യമുണ്ടല്ലേ? എന്തോ വാക്യം പറയുന്ന? കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ലോകം എന്നെ കാണത്തില്ല, നിങ്ങളെന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. അതല്ലേ ആ വാക്യം? അതുകൊണ്ട് യേശുപ്പച്ചനെ കാണുന്നില്ല, എൻ്റെ വിഷയത്തിലേക്ക് യേശുപ്പച്ചൻ ഇറങ്ങി വരുന്നില്ല എന്നും നീ പറയരുതേ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, സൈലൻസ് ഡസ് നോട്ട് മീൻ ആബ്സെൻസ്. പ്രൈസ് ഗോഡ്. യേശു കർത്താവ് കുഞ്ഞെ
ഒരിക്കലും നിന്നെ വിട്ടിട്ട് പോകത്തില്ല. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാനുള്ള ഒരുക്കത്തോടെ അവൻ അവിടെയുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യം എന്താ പറയുന്നത്? എൻ്റെ അവസാനം ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. വാക്ക് പറഞ്ഞ ദൈവത്തിന് വ്യത്യാസം വരുമോ? ഐ ആം വിത്ത് യു ഓൾവേസ് ഈവൻ ടു ദ എൻഡ് ഓഫ് ദ എർത്ത്. സംശയം വരുമ്പോൾ യേശു കർത്താവ് നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ള ഈ പ്രോമിസ് മറക്കാതെ ഓർത്തുകൊള്ളണം. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഇന്നിപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, അല്ലെ ആ വ്യക്തിയുടെ മുഖമൊന്ന് ഓർക്കണമെങ്കിൽ, നമുക്ക് ഫേസ്ബുക്ക് ഉള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് അത് എളുപ്പമാണ്. ആ വ്യക്തിയെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് കിട്ടും. എന്നാൽ ഇൻ്റർനെറ്റ് ഒന്നുമില്ലാഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് വെച്ചേ. ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചില വ്യക്തികളുമായിട്ടുള്ള ആ എക്സ്പീരിയൻസ് അവരുമായിട്ടുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ നാം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാറില്ലേ? അത് ആ മെമ്മറീസ് നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിക്കാറില്ലേ? അപ്പോൾ നമ്മളുടെ വിശ്വാസം അതുമായി നാം വളരെ കെയർഫുള്ളായിരിക്കണം. കാരണം അത് വെറുതെ ഒരു വ്യക്തിയെ നാം കണ്ണുടച്ച് വിശ്വസിക്കുന്നതല്ല. യേശുവായിട്ടുള്ള ചില മൊമെൻറ്റ്സ് നീ എക്സ്പീരിയൻസ് ചെയ്തത്, ജീസസ് എന്നുള്ള പേര് കേൾക്കുമ്പോഴേ നിൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നില്ലേ? എവിടെയെല്ലാം അവൻ നിന്നെ സഹായിച്ചിട്ടുണ്ട്. നമുക്കവനെ കാണാൻ പറ്റാതെ വരുമ്പോഴും അവനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഇല്ലേ? നമുക്ക് വേണ്ടി അവൻ ചെയ്ത് തന്നത്. റേഷന്യ പ്രവൃത്തി തന്നെ ഏറ്റവും വലിയ വിഷയം അല്ലേ? നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഉള്ള ആ വിശ്വാസം, അത് മതി നമുക്ക് സ്വന്തമായി ചില മിറക്കിൾസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുവാൻ. സങ്കീർത്തനം 9:1-2, Psalm 9:1-2. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. നിൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. ഞാൻ നിന്നിൽ സന്തോഷിച്ചുല്ലസിക്കും. അത്യുന്നതനായുള്ളവേ, ഞാൻ നിൻ്റെ നാമത്തെ കീർത്തിക്കും. പ്രൈസ് ഗോഡ്. ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ആരാധനയും സ്തുതിയും അവൻ്റെ ജീവിതത്തിൽ നിന്ന് എപ്പോഴും ഒഴുകിക്കൊണ്ടിരുന്നു. കാരണം അവന് അനേക പേഴ്സണൽ എക്സ്പീരിയൻസ് ഈ നല്ല ദൈവവുമായിട്ട് ഉണ്ടായിരുന്നു. അതവന് ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ നിന്ന് മറന്നു കളവാൻ തക്കവണ്ണമുള്ളതല്ല. സങ്കീർത്തനം 30:1-2 ഇങ്ങനെ പറയുന്നു: യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതും ഇല്ല. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. പ്രൈസ് ഗോഡ്. ദാവീദിൻ്റെ ജീവിതത്തിലെ വളരെ വിഷമകരമായ സമയങ്ങൾ വന്നപ്പോഴും അവന് ചെയ്യാനുണ്ടാകുന്ന ഒരൊറ്റ കാര്യം അവനെ സ്തുതിക്കുക, അവനെ ആരാധിക്കുക. ആ സമയത്ത് അവൻ്റെ ദൈവത്തെ കാണുക, അവൻ്റെ ദൈവം റിയലാണെന്ന് അവൻ അനുഭവിക്കുക. പ്രൈസ് ഗോഡ്. അത് ഒരു ഇൻ്റർനെറ്റ് പോർട്ടലിൽ നിന്നും താൻ വലിച്ചെടുത്തതല്ല, തൻ്റെ സ്വന്തം പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇത് നമുക്കും ഒരു വലിയ നല്ല ഓർമ്മ തരുന്നില്ലേ? കുഞ്ഞെ, ഞാൻ അതുകൊണ്ട് ഉറപ്പായിട്ട് നിന്നോട് പറയട്ടെ, നീ അവനെ കാണുന്നില്ല, നീ അവനെ ഫീൽ ചെയ്യുന്നില്ല എങ്കിലും നിൻ്റെ ദൈവം, എൻ്റെ ദൈവം അവിടെയുണ്ട്. കുഞ്ഞെ, നീ ഒരു അത്ഭുതമാണ്. യു ആർ എ മിറക്കിൾ. ഈ ദൈവത്തെ ഒന്ന് വിശ്വസിക്കാമോ? ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? നിൻ്റെ ജീവിതത്തിൽ ഏത് വിഷയത്തിലാണ് വെളിപ്പെട്ട് വരേണ്ടത്? അവൻ്റെ അത്ഭുത പ്രവൃത്തി അവനോട് വെളിപ്പെടുത്തും. തന്നെയുമല്ല, നിനക്ക് പിന്നീട് പറയാൻ പറ്റും, കർത്താവേ, നിൻ്റെ അത്ഭുത പ്രവൃത്തികളെ ഞാൻ വർണ്ണിക്കുന്നു. ഈ വർഷം
കർത്താവ് നടത്തിയ ഓരോ ദിവസങ്ങളും എത്ര അത്ഭുതകരമായിരുന്നു. എത്ര അത്ഭുതങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് അവൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നടത്തിയ വഴികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ചെയ്തു തന്ന എല്ലാ അനുഭവങ്ങൾക്കായിട്ട്, ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കുമായിട്ട് നന്ദി. നീ ആരാധനയ്ക്ക് യോഗ്യൻ, നീ അത്യുന്നതനായ ദൈവം. നിൻ്റെ ചിറകും നിൻ്റെ ഹല്ലേലൂയ ആ നിഴലും ഞങ്ങൾക്ക് ആശ്വാസമാണ്, ഞങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതാണ്. നിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.